ഭാര്യയ്ക്ക് നായ്ക്കളോട് പ്രേമം. വിവാഹമോചനം ആവശ്യപ്പെട്ട് ഭർത്താവ്. അതിപ്പോൾ ഞാൻ ഒരു പഴയൊരു മാട്രിമോണിയുടെ പരസ്യം കണ്ടിട്ടുണ്ട്. അയ്യോ, അതിനകത്ത് ആ പരസ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരു പെണ്ണ് പാർട്ണറെ കണ്ടുപിടിക്കുന്നതാണ്. അതായത് തൻ്റെ ഒരു നായപ്രേമി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ പെൺകുട്ടി. അതേപോലെ തന്നെ ഒരു നായപ്രേമിയായ ഒരാളെ തന്നെ കെട്ടി. ആ ഒരു പരസ്യത്തിൽ പറഞ്ഞ കേട്ടോ അങ്ങനെ. അപ്പോൾ ഇത് ചിലപ്പോൾ നായ്ക്കുട്ടിയോട് പ്രേമമുള്ളവരായിരിക്കാം. അതാണ് വിവാഹത്തിന് മുമ്പ് അതൊക്കെ അത് ചോദിച്ചറിയണം. എന്തിനാണിത് ഇഷ്ടം, എന്തിനാണ് ഇഷ്ടം, ഞാനത് പൊരുത്തപ്പെടുമോ, പൊരുത്തപ്പെടാതിരിക്കുമോ, അങ്ങനെയുള്ള മെയിനായിട്ട് അതാണ് നോക്കേണ്ടത്. അതുപോലെ പൊരുത്തപ്പെടാനുള്ള ചിലപ്പോൾ നായപ്രേമമുള്ളൊരു ഒരുപാട് പേരുണ്ട്, പെൺകുട്ടികളൊക്കെ ഉണ്ട്. അതിൻ്റെ പേരാണ് സൗഭാഗ്യ വെങ്കടേഷ്, അറിയാമല്ലോ. അവൻ്റെ ഭർത്താവ് ഇതേ രീതിയാണ്, ഭയങ്കര നായപ്രേമിയൊക്കെയാണ്. അതുപോലെ തന്നെ അതിനോട് അവൻ്റെ ഭർത്താവ് അർജുൻ അത് പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് പുള്ളി ഒരു നായപ്രേമി തന്നെയാണ്. യൂട്യൂബറിൽ നിന്ന് ഭാര്യ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഇഷ്ടം, പാഷൻ അത് ഫോളോ ചെയ്യുന്ന ഒരാൾ, അതാണ് നമ്മുടെ പാർട്ണർ. അപ്പോൾ അങ്ങനെയുള്ള പാർട്ണറെ ഒത്തുപോകാൻ താല്പര്യമുള്ള പാർട്ണറെ നമ്മൾ സ്വീകരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഭർത്താവിനത് ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ ബന്ധം ഒഴിയാമായിരുന്നു. ഇവരെ കിടന്ന് ഇത്ര രീതിയിലും അത് ഇഷ്ടപ്പെടേണ്ട രീതിയിലും പുള്ളി അത് ഇത്രയും വിവാഹമോചനത്തിൽ എത്തിക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ നമ്മളെന്തെങ്കിലും വിവാഹം കഴിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു രീതിയുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ രീതിയിലേക്ക് ഇഷ്ടപ്പെടുന്ന ആളെ നമ്മൾ സ്വീകരിച്ചാൽ അതൊക്കെ നമ്മൾ മുമ്പേ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിർബന്ധിച്ച് വേണം, അത് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ വേണം, അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം ഇങ്ങനെ നിർബന്ധിക്കണം എന്നൊന്നുമില്ല. അതൊരിക്കലും ചെയ്യരുത്. അപ്പോൾ നമ്മളത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ, നമ്മുടെ പോഷണം ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ആ ബന്ധം വേണ്ട, അത്രേ വിചാരിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ നായേനെ ഇത്ര പ്രേമിക്കുന്നതിന് അത്ര മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നായയായിട്ട് നന്ദിയുള്ളത് ഇത്. അതുകൊണ്ട് ഒരു പാഷൻ ഉണ്ടാവുമല്ലോ. ആ പാഷനെ നമ്മൾ അംഗീകരിക്കുന്നവരായിട്ട് വിവാഹം കഴിച്ചാൽ മതി, പ്രശ്നം തീർന്നു.